ദേവേന്ദു. മനസ്സാക്ഷിയുള്ള ഒരാൾക്ക് പോലും ഈ പേരും മുഖവും മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാനാവില്ല. അമ്മയുടെയും അച്ഛൻ്റെയും നടുവിൽ സ്വപ്നത്തിൽ മാലാഖയെ കൂട്ടുപിടിച്ച് ഉറക്കത്തിലായിരുന്ന വെറും 2 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കുഞ്ഞ് പിന്നീട് കണ്ണു തുറന്നില്ല. സ്വപ്നത്തിലെ മാലാഖമാർക്കൊപ്പം അവളും എന്നേക്കുമായി യാത്രയായി, അല്ല യാത്രയാക്കി. തനിക്ക് വേണ്ടതെല്ലാം വാങ്ങിച്ചു തന്നിരുന്ന, തന്നെ ലാളിച്ചിരുന്ന, തന്നെ ജീവനാണെന്ന് വിശ്വസിച്ച സ്വന്തം അമ്മാവൻ തന്നെ തൻ്റെ ഘാതകനാവുമെന്ന് അവൾ ഒട്ടും വിചാരിച്ചില്ല. ഉറങ്ങിക്കിടന്നിരുന്ന ദേവനന്ദയെ ഒരു ശബ്ദവും പുറപ്പെടുവിക്കാതെ, ആരെയും ഉണർത്താതെ സ്വന്തം അമ്മയുടെ സഹോദരൻ ഹരികുമാർ സുരക്ഷിതമായി തൻ്റെ കൈകളിലെടുത്തു. ഒന്ന് പിടഞ്ഞു എണീറ്റെങ്കിലും അവൾ മിഴികൾ പതുക്കെ തുറന്നപ്പോൾ തൻ്റെ വാത്സല്യനിധിയായ അമ്മാവൻ്റെ കൈകളിൽ താൻ സുരക്ഷിതയാണെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് ഒരു നിലവിളി പോലും അവൾ ഉണ്ടാക്കാതിരുന്നത്. അമ്മാവൻ്റെ കൈകളിൽ വീണ്ടും ഉറക്കത്തിലേക്കായിരുന്നു. പക്ഷേ അവൾ അറിഞ്ഞിരുന്നില്ല തൻ്റെ ജീവനെടുക്കാൻ വേണ്ടിയാണ് കൈകളിൽ കിടത്തിയതെന്ന്. മറിച്ചൊന്ന് ചിന്തിക്കാതെ അമ്മാവൻ ഹരികുമാർ മുറ്റത്തുള്ള കിണറ്റിൻ കരയിലേക്ക് കാലുകൾ ചലിപ്പിച്ചു. ചുറ്റുപാടും ഒന്ന് കണ്ണ് ചലിപ്പിച്ച ശേഷം ഒട്ടും തന്നെ പതറാതെ കൈക്കുള്ളിൽ കിടന്നിരുന്ന ദേവനന്ദയെ ആഴമേറിയ കിണറ്റിലേക്ക് എറിഞ്ഞു. പിന്നീടൊന്നും സംഭവിക്കാത്ത രീതിയിൽ മുറിയിൽ വന്ന് ഗാഠനിദ്രയിൽ മുഴുകി. പുലർച്ചെ എല്ലാവരും എഴുന്നേറ്റ് കുഞ്ഞിനെ കാണാത്തതിനെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചു. അന്നേരവും ഒരു ഭാവമാറ്റവും അയാളിൽ പ്രത്യക്ഷപ്പെട്ടില്ല. എല്ലാവരുടെയും കൂടെ അയാളും തിരച്ചിൽ നടത്തി. പിന്നീട് എപ്പോഴോ തിരച്ചിലിനിടയിൽ കുഞ്ഞിനെ കണ്ടുപിടിച്ചു. അപ്പോഴേക്കും ചുറ്റുപാടും ദുർഗന്ധം വമിച്ച് വെള്ളത്തിൽ കിടന്ന് ശരീരമാകെ വെളുത്ത് നിറം വ്യാപിച്ചിരുന്നു. മരണവിവരം അറിഞ്ഞ് അടുത്തുള്ളവരെല്ലാം ഓടിയെത്തി. വീടും പരിസരവും കടലിൻ്റെ തിരമാല എന്ന പോലെ ആളുകളെ കൊണ്ട് അലയടിച്ചു. ചുറ്റും മൂകത മാത്രമേ അവശേഷിച്ചുള്ളൂ. ഏറ്റവും സങ്കടകരമായ കാര്യമെന്തെന്നാൽ, നൊന്ത് പ്രസവിച്ച അമ്മയുടെ കണ്ണിൽ നിന്നുപോലും ആത്മാർത്ഥതയുടെ ഒരിറ്റു കണ്ണീര് പോലും പൊലിഞ്ഞില്ല. സ്വന്തം ചേച്ചിയുമായുള്ള വഴിവിട്ട ബന്ധത്തിന് തടസ്സമാണെന്ന ഒറ്റ കാരണത്താൽ ആ പിഞ്ചു കുഞ്ഞിൻ്റെ ജീവനെടുത്തു. അതിനെല്ലാം കൂട്ടായി അമ്മയുടെ സാന്നിധ്യവുമുണ്ടെന്ന് ഭയപ്പെടുത്തുന്ന വസ്തുതയാണ്. എന്തിനായിരുന്നടോ ജീവിച്ച് കൊതി തീരും മുമ്പേ ജീവനെടുത്തത്? നേരം പുലർന്നാൽ തൻ്റെ ചേച്ചിയോടൊപ്പം കളിക്കാനും വഴക്ക് കൂടാനും വേണ്ടി ഉറങ്ങിയതല്ലേ ആ പൊന്നുമോള്? മിഠായിയും കളിപ്പാട്ടവും ചുറ്റും നിറഞ്ഞു നിൽക്കേണ്ട സമയം പൂവുകൾ കൊണ്ടും ചന്ദനത്തിരികൾ കൊണ്ടും ശരീരം പൊതിഞ്ഞില്ലേ നിങ്ങൾ അവളുടെ?